വെൽക്കം ടു 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേ 2. ഇന്നിപ്പോ സൺഡേ ആണ്. ഞങ്ങൾ 4 പേരും കൂടിയിട്ട് അന്ധകാരനാഴി ബീച്ചിലേക്ക് പോകാൻ കേട്ടോ. കൊറേ നാളുകളായിട്ട് നമ്മള് അത് അതിനേക്കാളും ക്രൗഡ് കുറവാണ് ഇവിടെ. അപ്പൊ നമ്മള് കുറച്ച് നാളുകൾ അധികമായിട്ട് ഓ മൈ ഗോഡ് ഫിഷിംഗ് നെറ്റ്സ് ഉണ്ടോ? ഫിഷിംഗ് നെറ്റ്സ് ഞാൻ കാണിച്ചു തരാം. ഓ മൈ ഗോഡ്, ഞാനിവിടെ കഥ പറയാം. അതിന് മുന്നേ ഫിഷിംഗ് നെറ്റ്സ് കാണും. ഇത് ചെല്ലാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ നാടിന്റെ ഏകദേശം അടുത്തൊക്കെയാണ് ഈ സ്ഥലം. ചെല്ലാനത്ത് നിന്നുള്ളവർ വന്ന് ഹൈ പറയൂ, പള്ളുരുത്തി നിന്നുള്ളവർ വന്ന് ഹൈ പറയൂ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറെ നാളുകളായിട്ട് നമ്മളൊന്ന് ബീച്ചിൽ പോകണം എന്ന് വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ചെന്നൈ പോയപ്പോഴത്തേക്കും ബീച്ചിൽ പോയെങ്കിലും നമ്മൾ ഭയങ്കര ലീച്ചാണ് എത്തിയത്. ഒരു 7 o'clock 7:30 ആയപ്പോഴാണ് എത്തിയത്. അപ്പൊ സൺസെറ്റും ആയി, ഇരുട്ടുമായി. നമുക്ക് സത്യം പറഞ്ഞാൽ ഒന്നും എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പിള്ളേര് കുറച്ച് നേരം മണ്ണി കളിച്ചെന്നല്ലാണ്ട് ആ വെളിച്ചം ഇല്ലാണ്ട് ബീച്ചിൽ നിന്ന് എന്ത് കളിക്കാനാണ്. അപ്പൊ അങ്ങനെ നമ്മള് ബീച്ചിൽ അപ്പൊ പിള്ളേര് നാട്ടിൽ വരുന്ന കാര്യം പറഞ്ഞപ്പോ തന്നെ ബീച്ചിൽ പോകണം എന്നുകൊണ്ട് ഭയങ്കര ബഹളായിരുന്നു. അപ്പൊ ഇന്ന് ഒരു പെർഫെക്റ്റ് ഡേ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് ഇറങ്ങുന്നത്. ഞങ്ങൾ ആയാൽ മതിയായിരുന്നു വെച്ചാൽ എല്ലാ ദിവസവും വൈകുന്നേരം മഴ ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര പേടിയാണ്. അപ്പൊ ഞങ്ങൾ 4 പേരും കൂടി ഇന്ന് നമ്മൾ അന്ധകാരനാഴി ബീച്ചിലേക്ക് പോവാണ്. ഫോർ ദ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ആ ബീച്ചിൽ പോകുന്നത്. അതിന് മുന്നേ നമ്മൾ പോയിട്ടില്ല. നമ്മൾ ആക്ച്വലി ആദ്യം പോകാൻ വേണ്ടിയിരുന്നത് ചെറായി ബീച്ചിലാണ്. അപ്പൊ ചെറായി ബീച്ചിൽ നോക്കുമ്പോൾ തന്നെ അവിടെ പാർക്കിംഗ് ഒക്കെ ഭയങ്കര തിരക്കും ഭയങ്കര ക്രൗഡഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ കിരൺ പറഞ്ഞു നമുക്കത് ഈ ബീച്ചിൽ പോവാന്ന് പറഞ്ഞു. അപ്പൊ നിനക്ക് എങ്ങനെയാണ് ഈ അന്ധകാരനാഴി ബീച്ച് കണ്ടുപിടിച്ചത്? പറ. അയ്യോ, മണത്ത് കണ്ടുപിടിച്ചത് പട്ടിക്കുഞ്ഞോ? എങ്ങനെയാ കണ്ടുപിടിച്ചത്? ആണോ? അപ്പൊ ഏട്ടനാണ് നമുക്ക് ഇവിടെ പോവാന്ന് പറഞ്ഞത്. ഞങ്ങളപ്പോ തന്നെ ഡ്രസ്സൊക്കെ മാറി അങ്ങോട്ട് ഇറങ്ങി. അപ്പൊ അങ്ങനെ കുറെ ദിവസത്തെ പ്ലാനിങ്ങിനൊടുവിൽ നമുക്ക് ബീച്ചിൽ പോവാം. കുഞ്ഞുങ്ങൾ ഭയങ്കര അധികം എക്സൈറ്റഡ് ആണ്. ബിക്കോസ് 2 പേർക്കും ബീച്ച് ഇഷ്ടമാണ്. ഒരെണ്ണത്തിന് വെള്ളത്തിൽ ഇറങ്ങി കളിക്കാൻ ഇഷ്ടം പറഞ്ഞിട്ട് ഈ ഡ്രസ്സിന് മാറ്റാൻ പറ്റില്ല മോളെ. അതെ, ഒരെണ്ണത്തിന് വെള്ളത്തിൽ ഇറങ്ങി കളിക്കും. മൂത്തത് ചെറുത് വെള്ളം കാണാനേ ഇഷ്ടമുള്ളൂ. മണ്ണിൽ കളിക്കാനാണ് അവൾക്ക് ഇഷ്ടം. തൊടാൻ പോലും പേടി. അവള് വെള്ളത്തിലൊന്നും പോകത്തില്ല. ഈ വെറുതെ ഷോ കാണിക്കല് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ബീച്ചിൽ പോവാം. നമ്മൾ വളരെ സാഡാണ് ആൾക്കാരെ. ബിക്കോസ് നമ്മൾ പോകും മീൻസ് എത്താനാകും തോറും ഇരുണ്ട് വരുന്നുണ്ടായിരുന്നു. ബട്ട് നൗ ഇറ്റ്സ് റെയിനിങ്. ഒരു 12 മിനിറ്റ് കൂടെ ഉള്ളൂ ആകെ ബീച്ചിലെത്താൻ. ഞങ്ങൾക്കൊരു 20-25 മിനിറ്റ്സിന്റെ സിറ്റുവേഷൻ നോക്കിയപ്പോ തന്നെ നമുക്ക് മനസ്സിലായത് മഴ പെയ്യുമോ. ബിക്കോസ് ഇങ്ങനെ ദൂരത്ത് ഇങ്ങനെ ഭയങ്കര ഇരുട്ട് കുത്തി കിടക്കണ്ടേ. പക്ഷെ നമ്മളിങ്ങനെ ബീച്ചിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കും തോറും അതിന്റെ ആ ഇരുട്ട് കൂടി വന്നു. കുറച്ച് സ്ഥലങ്ങളിൽ മഴ പെയ്ത് കഴിഞ്ഞു. പക്ഷെ 10 മിനിറ്റ് 12 മിനിറ്റ് എത്താറായപ്പോഴത്തേക്കും മഴയായി മക്കളെ, മഴയായോ. ഞങ്ങളിങ്ങനെ നോറ്റ് ഇരുന്നിട്ട് എന്തൊരു കഷ്ടമാ നോക്ക്. സാഡ് ഫേസ് കണ്ടിട്ട് കുഞ്ഞുങ്ങളുടെ. ഇനി അന്ധകാരനാഴി ബീച്ച് കാണിച്ചു തന്നില്ല എന്ന് ആരും പറയരുത്. നന്നായിട്ട് കണ്ടോളാം. ഇതാണ് ബീച്ചിന്റെ ഇതാണ് ബീച്ച് കേട്ടോ. കണ്ടോട്ടെ എല്ലാരും നന്നായിട്ട്. ഇപ്പൊ തൽക്കാലം നമുക്ക് ഗോപുരം മാത്രം കാണിച്ചു തരാൻ പറ്റുള്ളൂ അല്ലേട്ടാ. അയ്യോ, ഇനിയിപ്പോ എന്താ വേണ്ടതെന്നോ? ഭയങ്കര ചോദ്യമായിപ്പോയി. ഈ മഴയത്ത് ഇനിയിപ്പോ എന്താ വേണ്ടത്? തുറക്കാൻ പോടാ. ഇറങ്ങൂ. ഏട്ടൻ പള്ളി ഞങ്ങൾ സ്ഥലം പിടിച്ചിട്ട് വന്നിട്ട് ഞങ്ങൾ പറയാം. എന്തൊരു കഷ്ടമായി പോയെന്ന് പറയുന്നത്. ഞങ്ങള് എത്ര ദിവസം പ്ലാൻ ചെയ്യാന്ന് അറിയാം ബീച്ചിൽ വരാന്ന് വെച്ചാൽ. അങ്ങനെ ഇന്ന് ലിറ്ററലി ഏട്ടന്റെ കയ്യും കാലം പിടിച്ച് സമ്മതിപ്പിച്ച ദിവസമാണ്. അത് എന്ത് പെരുമഴ എന്നറിയോ? പെരുമഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുമഴ കാണാൻ വയ്യ റോഡ്. അതാണ് അവസ്ഥ. ബീച്ച് കണ്ടോളൂ, കണ്ണു നിറച്ചിട്ട് പോവാം. എനിക്കൊന്നും കാണാനില്ല. ഞാൻ വരുന്നുണ്ട്. പക്ഷെ എന്ത് കാര്യം വന്നിട്ട് നല്ലോണം പാർക്കിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. ഭയങ്കര ശോകമുഖമായി ഇപ്പൊ എന്തൊക്കെയാണെങ്കിലും. വെരി ബാഡ്. നമ്മളിപ്പോ തിരിച്ചു പോവാണ്. ബിക്കോസ് നമുക്ക് വേറെ വഴിയൊന്നും ഇല്ലല്ലോ. വഴി കിടക്കാരന്മാരും ചേട്ടന്മാരൊക്കെ. അതെ, വഴി കിടക്കാരൻ ചേട്ടന്മാരൊക്കെ സാധനങ്ങളൊക്കെ പറിക്കട്ടെ. വെരി സാഡ്. എന്റെ അതെ, ഞങ്ങളൊരു നാടൻ
എന്താണ് സീ ഫുഡിന്റെ കടയൊക്കെ കണ്ടുപിടിച്ചതാണ്, മീൻസ് ഹോട്ടൽ റെസ്റ്റോറന്റ്. തിരിച്ചു പോകുമ്പോഴത്തേക്കും കഴിക്കാം എന്നുള്ള ഒരു പ്ലാനിലായിട്ട്. നല്ല മുന്തിരി കള്ള ഒക്കെ കിട്ടുന്ന സ്ഥലം അല്ലേട്ടാ. പ്രതികരിക്കുന്നില്ല. ആ വഴിയാണ് ഈ വഴി അല്ല, അത് ഈ വഴിയായിരിക്കും. അങ്ങോട്ട് ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഹാൻഡ് ബാഗ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വരെ പൊട്ടിക്കറിയും. ഞാൻ എന്തോരം ഷോർട്സ് എടുക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളെന്നറിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. പറയുന്നുണ്ട് നിങ്ങൾക്ക്? ഇവരാരും അറിയുന്നില്ല. ഇഷ്ടമല്ല. പിന്നെ ഏതാ വഴി? ഒരു മിനിറ്റ്, ഞങ്ങൾ തിരിച്ചു പോകാനുള്ള മാപ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്യാതെ. ബിക്കോസ് ഞങ്ങൾ വന്നത് എന്താ പറയാ, ചെല്ലാനം, തോപ്പുംപടി, ചെല്ലാനം, കണ്ണുമാലി ആ വഴി കൂടിയാണ് നമ്മൾ വന്നത്. തിരിച്ചു പോകുന്നത് നമ്മൾ വേറെ വഴി കൂടി പോവാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊന്ന് സോർട്ട് ചെയ്യായിരുന്നു. യെസ്, ഞാനതാ പറഞ്ഞത്. എന്റെ ഹാൻഡ് ബാഗ് കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ സങ്കടം തോന്നുന്നുണ്ട്. ട്രൈപോഡ്, സണ്ണിൽ ഫോട്ടോ എടുക്കാനുള്ള കുറച്ച് പ്രോഡക്ട്സ്, സ്കാർഫ്, ബാൻഡാന, എനിക്കറിയാൻ പാടില്ല. എൻ്റെ കയ്യിൽ ആ സമയത്ത് ബീച്ചിൽ നിന്ന് ഷോർട്സ് വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റുന്ന സാധനങ്ങൾ മുഴുവനും എൻ്റെ ബാഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ക്ലൈമറ്റ് കംപ്ലീറ്റ്ലി നമുക്ക് എതിരെയായിപ്പോയി. നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ സംടൈംസ് വി ഹാവ് ടു എന്താ ഡീൽ വിത്ത് ഇറ്റ്. അത്രേ ഉള്ളൂ, ഒന്നും പറയാനില്ല. അറ്റ്ലീസ്റ്റ് മഴയാണല്ലോ, അപ്പൊ മഴയൊക്കെ എൻജോയ് ചെയ്ത് നല്ല റൊമാൻറ്റിക് പാട്ടിട്ട് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയില്ല, ഇത് അച്ഛൻ്റെ വണ്ടിയാണ്. അച്ഛൻ്റെ വണ്ടിക്കകത്തുള്ള ഇത് FM-ഉം പിന്നെ അച്ഛൻ്റെ പാട്ടുകളുമാണ്, പണ്ടത്തെ പാട്ടുകളാണ്. ആ പാട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വാട്ട് വി ഡിഡ് വാസ് എൻ്റെ സ്പീക്കർ ചാർജ് ചെയ്തെടുത്തു. പക്ഷെ എന്താണെന്നറിയില്ല, ചാർജ് ആരോ അറിയാണ്ട് ഓഫ് ചെയ്തു പോയി. അപ്പൊ ഇങ്ങോട്ട് എത്തണ വരെ മാത്രമുള്ള ചാർജ് ചെയ്തിട്ടുണ്ടായുള്ളൂ. നമ്മൾ അന്ന് ഗുരുവായൂർ പോയപ്പോഴത്തേക്കും ഇതുപോലെ തന്നെയാണ് കേട്ടോ. സ്പീക്കർ ചാർജ് ചെയ്ത് നടുക്ക് വെച്ചിട്ട് കേട്ടിട്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ച് പോകുമ്പോഴത്തേക്കും നമ്മൾ FM പാട്ടുകൾ കേട്ടിട്ട് പോകാന്നല്ലാണ്ട് വേറെ വഴിയില്ല. ബിക്കോസ് ചാർജ് തീർന്നു പോയി, ആരും ഓഫ് ചെയ്തിട്ടേക്കുമായിരുന്നു. എന്ത് ചെയ്യാനാണ്? അപ്പോൾ അങ്ങനെ കുറച്ച് പണിയൊക്കെ കിട്ടുമല്ലോ, സാരില്ല, നമുക്ക് അത് ഡീൽ ചെയ്യാം. അപ്പോൾ നമുക്ക് FM ഒക്കെ വെച്ച് പാട്ടൊക്കെ കേട്ട് തിരിച്ച് പോവാം. എന്നാലും നമുക്കൊന്നുമില്ല ചെയ്യാൻ. മഴ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഏട്ടാ, എന്താ പറയാനുള്ളത്? ഒന്നും പറയണ്ട, വണ്ടി ഓടിച്ചാൽ മതി. ഭയങ്കര പെരുമഴയാണ് കേട്ടോ, പെരുമഴ. സത്യം, അത് ഈ സമയത്ത് വല്ലാത്ത വട്ട് തന്നെ. അങ്ങനെ ബീച്ചിൽ പോക്ക് കൊളായതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ വൺ ഓഫ് ദി മെയിൻ പരിപാടിയാണ്. അതിന് നമ്മൾ ഫ്രൂട്ട് കോഫി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് കണ്ടാൽ പോയത്. ഇത് അത്യാവശ്യം പുതിയതാണെന്നാണ്, നമ്മൾ മുന്നേ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അവിടെ കയറാമെന്ന് വിചാരിച്ചു. പിന്നെ വൈകുന്നേരം ആയല്ലോ, അപ്പോൾ എന്തെങ്കിലും കുടിക്കണ്ടേ, നല്ല ചൂടും ഉണ്ടായിരുന്നു. മഴ പെയ്തെങ്കിലും ബേസിക്കലി ചൂടാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രൂട്ട് കോഫിയിൽ വന്നു. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ അവസ്ഥ. ഞാൻ ഇങ്ങനെ പറയും, കിരണ് നല്ല സുഖമായിട്ടിരിക്കുക, എനിക്ക് രണ്ടുപേരും രണ്ട് മടിയിൽ എപ്പോഴും ഉണ്ടാവും എന്നിങ്ങനെ പറയും. ഞങ്ങളിപ്പോൾ ആദ്യം ഡ്രിങ്കായിട്ട് ഓർഡർ ചെയ്തത് ഒരു മാംഗോ കോഫി പിന്നെ ഒരു പാഷൻ ഫ്രൂട്ട് കോഫിയാണ്. ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തത് മാംഗോന് കൂടെ മിൽക്ക് കോഫി ആയിട്ടായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, നമ്മുടെ കട്ടൻ ചായ ഇല്ലേ, കട്ടൻ കാപ്പി ഉണ്ടല്ലോ, അതിൻ്റെ മേലേക്ക് മാംഗോൻ്റെ എസൻസ് ഒഴിക്കുന്നതാണ് ബേസിക്കലി, അല്ലാണ്ട് പൾപ്പോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല, ഒരു വെറൈറ്റി സാധനം. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്തത് മറ്റേ മാംഗോ വിത്ത് മിൽക്ക് കോഫി ആണെന്നാണ്. കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വേറെ കുറച്ച് ഡിഷസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിഷസ് അല്ല കേട്ടോ, ഇത് ഇൻഫ്യൂസ്ഡ് ചിക്കൻ എന്നാണ് എൻ്റെ പേര്, എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ നമ്മളിങ്ങനെ ഇത് കണ്ടോ, ഇതിങ്ങനെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ച് ഫ്ലെയിംസ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യും കേട്ടോ. പേര് ഞാൻ കറക്റ്റായിട്ട് മറന്നുപോയി. ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് എനിക്ക് എൻ്റെ മെനുവിൻ്റെ അതൊന്നും പേരെടുക്കാനും പറ്റിയില്ല. സോ ഇത് നല്ല രസമുണ്ട്. ഇത് നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഇങ്ങനെ വെച്ച് കാണിക്കും കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് എക്സൈറ്റഡ് എന്ന് കഴിക്കാൻ വേണ്ടി, ബിക്കോസ് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു ടേബിളിൽ ആരൊക്കെ ഇത് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ഓർഡർ ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഐ തിങ്ക് റുമാലി റൊട്ടിയാണ് ഉണ്ടായിരുന്നത്. ഇത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആൻഡ് ടെൻഡർ ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാര്യമായിട്ടൊന്നും ഓർഡർ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ അടുത്ത് പോയിട്ട് വേറെ കഴിക്കാമല്ലോ എന്ന് ചോദിച്ചു. പക്ഷെ നടന്നില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ തൽക്കാലം ജ്യൂസും ഈ ഒരു ഇൻഫ്യൂസ്ഡ് ചിക്കനും റുമാലി റൊട്ടിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോയി. ഓക്കെ ആയിരുന്നു, ഭയങ്കര അടിപൊളിയാണെന്നൊന്നും പറയുന്നില്ല, കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയിട്ടോ. ഇത് നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ നമ്മൾ വന്നേക്കുന്നത് യുമിയിലാണ്. ഇവിടെയും നമ്മുടെ ഫുഡ് എക്സ്പ്ലോറിംഗ് തന്നെയാണ് കേട്ടോ പരിപാടി. ഹലോ, ഇത് എന്നാണെന്ന് വെച്ചാൽ മൺഡേ ആണ്. ഞങ്ങളിന്ന് ഇവിടെ അത്യാവശ്യം റിവ്യൂ ഉള്ള ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. യൂമി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഏഷ്യൻ റെസ്റ്റോറൻറ്റ്, റൈറ്റ്?
യെസ്, ആക്ച്വലി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മനസ്സിലായത് യൂമി നമുക്ക് അവിടെ ഉണ്ട് ബാംഗ്ലൂർ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആക്ച്വലി ഇവിടെ നമുക്ക് എല്ലാവർക്കും ഏഷ്യൻ ഫുഡ് ഉണ്ടല്ലോ, നമ്മളുടെ ഇങ്ങനത്തെ സൂഷി, ബാവോ, ഡംപ്ലിങ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ എന്നാൽ ഇവിടുത്തെ ഭയങ്കര റിവ്യൂ പല വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ വി തോട്ട് വി ഗിവ് ഇറ്റ് എ ട്രൈ. നമ്മൾ ഫോറം മോളിൽ വന്നേക്കാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞപ്പോഴാണ് കിരൺ പറഞ്ഞത് ഇത് നമ്മളുടെ അവിടെ ഉള്ള സാധനമല്ലേന്ന്. ഓർത്തില്ല കേട്ടോ, റിവ്യൂ കണ്ടതിൻ്റെ പേരിൽ നമ്മൾ ചാടി ഇറങ്ങി വന്നതാണ്. പക്ഷേ നമ്മളുടെ അവിടെ ഉണ്ട്. ഇനിവേസ് നമ്മളിവിടെ വന്നിട്ടുണ്ട്. കിരൺ ഓർഡർ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 4 പേരുണ്ട്. ഉണ്ണിക്കുട്ടി എവിടെടാ? എടാ എടാ കുഞ്ചി. ഇവിടെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിന്റെ അപ്പുറത്തെ സൈഡ് മുഴുവൻ ആനിമേ തീമാണ്. അതേണ്ട ആനിമേ ലവേഴ്സിന് ഞാനൊരു പേര് ദോഷമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ബിക്കോസ് എനിക്ക് വലിയ വിവരമൊന്നുമില്ല. ഉണ്ണിക്കുട്ടിക്ക് അറിയാലോടാ ആനിമേനെ പറ്റി? യെസ്. അപ്പം നമ്മൾ ഈ ബാക്ക് സൈഡിൽ കാണുന്നത് മുഴുവനും കണ്ട അത് ഇതാണ് ആനിമേ തീമിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെയാണ്. എനിക്കിതിനെപ്പറ്റി ഒന്നും വലിയ വിവരമില്ല. പക്ഷെ എനിക്ക് സൂഷിയും ബാവും മാക്കിയും കൂക്കിയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അതല്ലല്ലോ നമ്മളിപ്പോൾ ഇവിടെ വന്നേക്കണത് അതിനെപ്പറ്റി പറയാനുണ്ട്. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാനാണ് വന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ കണ്ണിനെന്താ പോയി. മീൻവെൽ എൻ്റെ കയ്യിൽ എന്താണ് പെൻസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം. ഫുഡ് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ പല പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ അതിനുവേണ്ടി ഞാൻ അവരുടെ അടുത്ത് പെൻസിൽ തരാൻ വേണ്ടി ചോദിച്ചിട്ട് അവർ എനിക്കും ഉണ്ണിക്കുട്ടിക്കും കൊണ്ടുതന്നത്. ഉണ്ണിക്കുട്ടി ചെയ്യാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞാൽ ഓൾറെഡി ചെയ്യാൻ തുടങ്ങി. അവൾക്ക് അതിന് അക്ഷരാഭ്യാസമില്ലാത്ത അവൾക്ക് എന്തിനാണ് പെൻസിലൊക്കെ? തരാം. അപ്പൊ ഞാനിതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കട്ടോ. ഇവിടെ നമുക്ക് വേർഡ് ഫൈൻഡ് ഉണ്ട്, ടിക് ടാക് ടോ ഉണ്ട്, ഡൂ ദ ഡൂഡിലുണ്ട്, ജോയിന്റ് നമ്പേഴ്സ് ഉണ്ട്. എനിക്കിത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളിയല്ലേ? 1 2 3 കുഞ്ഞാപ്പി പെൻസിൽ വാങ്ങിച്ച് വലിയ കാര്യത്തിൽ എന്തൊക്കെയോ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഡൂഡിൽ ചെയ്തോണ്ടിരിക്കട്ടാ. അവളെ കൊണ്ടാവുന്നത് ഡൂഡിലാണ്. അത് തന്നെ അവളുടെ കുഞ്ഞു വാവയാ ഏട്ടനും കൂടി അവിടെ ടിക് ടാക്ടോ കളിക്കണേ. ടിക് ടാക്ടോ അല്ലടാ. നമ്മളുടെ ഫുഡ് വന്നിരിക്കുകയാണ്. നമ്മൾക്ക് ഫസ്റ്റ് നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് സാധനമാണ് ഇത്. നമ്മളുടെ പ്രോൺസ് ടെമ്പുരെ പിന്നെ റെയിൻബോ മാക്കിയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൈഡ് റൈസും രാമനും ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാമേ. ഓക്കെ, അപ്പം നമ്മൾ എല്ലാവരും അധികം എക്സൈറ്റഡ് ആയിരുന്നു. ബിക്കോസ് ഈ ഒരു പ്രോൺ ടെമ്പുരേനെയും മറ്റ് സുഷീനെയൊക്കെ പറ്റി ഭയങ്കര റിവ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. സോ അതുകൊണ്ട് തന്നെ കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നു. ആൻഡ് വെറുതെ ഹൈപ്പ് തന്നെയാണ്. ഭയങ്കര ടേസ്റ്റ് ചെയ്യാന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ കഷ്ടമായി പോയല്ലോ. ആകെ 4 പീസിന് മാത്രമല്ലേ വാങ്ങിയുള്ളൂ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബിക്കോസ് ഇറ്റ് വാസ് ദാറ്റ് യാം. ഇത് വർത്ത് എവറി ഹൈപ്പാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ണിക്കുട്ടിയും ഞങ്ങൾക്ക് 3 പേർക്കും കേട്ടോ. വാവയ്ക്ക് ഇഷ്ടമല്ല സൂഷി. ഞങ്ങൾക്ക് 3 പേർക്കും സൂഷി പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. സോ അതുകൊണ്ട് നമ്മൾ നല്ല റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. എല്ലാം ഒന്നും നമ്മളിപ്പോൾ ബാംഗ്ലൂരിലാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഓപ്ഷൻസ് ഭയങ്കര കൂടുതലാണല്ലോ. പക്ഷെ എന്നാലും നമ്മൾ എല്ലാം ഒന്നും പിടിക്കാറില്ല. പക്ഷേ ഇത് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഡംപ്ലിങ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡംപ്ലിങ്സും നല്ല സോഫ്റ്റ് ആൻഡ് ടെൻഡർ ആൻഡ് ടേസ്റ്റി ആയിരുന്നു. ചിക്കൻ ഡംപ്ലിങ്സ് ആയിരുന്നു. എനിക്കിതിപ്പോൾ വോയിസ് ഓവർ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ വയ്യിൽ നിന്ന് വെള്ളം വരുന്നു മക്കളെ. അത്രയും ടേസ്റ്റ് ആയിരുന്നു. ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. ഞാൻ എൻ്റെ പ്രത്യേകത പൊട്ടിപ്പോയി. പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ കേട്ടോ ചെയ്തത്. വാവ ഡംപ്ലിങ്സ് കഴിച്ചു. വാവയ്ക്ക് സൂഷിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. ഇറ്റ് വാസ് സോ ഗുഡ്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ദെൻ കമ്മിങ് ടു രാമൻ നമുക്ക് അത്ര അപ് ടു ദ മാർക്കായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. കുഴപ്പമില്ലായിരുന്നു, അത്രേ ഉള്ളൂ. 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചിക്കൻ റാമൻസും പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഫ്രൈഡ് റൈസാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇത്രയും സാധനം ഓർഡർ ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ സൂഷി മസ്റ്റ് ട്രൈ ആണ് ഇവരുടെ. ബാക്കി ഫുഡൊക്കെ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ മസ്റ്റ് ട്രൈ ആണെന്നൊന്നും പറയത്തില്ല, ഭയങ്കര അടിപൊളിയാണെന്നൊന്നും പറയത്തില്ല. മേ ബി നമുക്കിവിടെ ബാംഗ്ലൂരിൽ കുറേ ഓപ്ഷൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് പിടിക്കാത്തതെന്ന് തോന്നുന്നുണ്ട്. ബിക്കോസ് ഞങ്ങൾ ഈ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും നമ്മൾ കുറേ റെസ്റ്റോറൻറ്റ്സെന്നും കാഫേന്നും പല പല സാധനങ്ങൾ, അതായത് ഹൈ റിവ്യൂ ഉള്ള കുറേ സാധനങ്ങൾ പോയി ട്രൈ ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് അത്ര ഭയങ്കര വെറുതെ ഹൈപ്പായിട്ടൊന്നും തോന്നിയില്ല. ചില സ്ഥലങ്ങൾ കൊള്ളാം, ചില സ്ഥലങ്ങൾ കുഴപ്പമില്ല. പിന്നെ എനിക്ക് കൊച്ചിയിൽ ഒരു കാര്യം ഇഷ്ടമില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു തവണ വന്നു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് തവണ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ക്വാളിറ്റിയും ടേസ്റ്റൊന്നും മെയിൻറ്റെയിൻ ചെയ്യാത്ത പോലെ തോന്നാറുണ്ട് കേട്ടോ. ബട്ട് ഇത് നന്നായിട്ടുണ്ട്, ഇത് അടിപൊളിയായിട്ടുണ്ട്. സൂഷീസ് ഓക്കെ, എസ്പെഷ്യലി സൂഷീസ്. അപ്പോൾ നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഫോറം മോളിൽ ഇത്രയുമാണ് നമുക്ക് രൂപയായത് കേട്ടോ. യെസ്, നമ്മൾ അങ്ങനെ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ട് നല്ലതായിരുന്നു. എനിക്ക് ഡിംസംസും സൂഷീസും ആണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. രാമൻ അത്ര ഇഷ്ടമൊന്നും ആയില്ല, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. പക്ഷേ ഡിംസം സൂഷി അമേസിങ്. ഇനി ഇവർക്ക് നമ്മൾ ഡെസേർട്ട്സ് എന്തെങ്കിലും സോഫ്റ്റി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി നമ്മുടെ ഫേവറേറ്റ് സ്ഥലം മെക്ഡൊണാൾഡ്സിലേക്കാണ് പോകുന്നത്. അവിടുത്തെ സോഫ്റ്റ് കഴിച്ചാൽ അവർ വളരെ ഹാപ്പിയാണ്, ഞാനും.
അപ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ട് പോയിട്ട് സോഫ്റ്റ് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കുകയാണേ. എന്തൊരു ഒത്തൊരുമയുള്ള അച്ഛനും മക്കളും. അതേ നേരം ഇതൊന്നും കാണാറില്ല കേട്ടോ. വളരെ റെയർ ആയിട്ടുള്ള കാഴ്ചയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ 2 വനില സോഫ്റ്റി, ഒരു ഫാൻറ്റ ഫ്ലോട്ടി ആൻഡ് ബെറി ബ്ലാസ്റ്റ് തിക് ഷേക്ക് ആണ് അവിടെ നിന്ന് ഓർഡർ ചെയ്യുന്നത്. എല്ലാവരും ഇവിടെ എന്തൊക്കെ എൻജോയ് ചെയ്യണം, ബെറി ബ്ലാസ്റ്റും സോഫ്റ്റിയും ഒക്കെ എൻജോയ് ചെയ്യാണല്ലേ. ആഹാ, എന്താ ഒരു സന്തോഷം. ഞാൻ ഓൾറെഡി ഫാൻറ്റ ഫ്ലോട്ട് ഇടുന്ന വീഡിയോ നമ്മൾക്ക് ഷോർട്സ് ആയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. നിങ്ങൾ ഇടയ്ക്ക് കുടിച്ചൊക്കെ നോക്ക്, ഉണ്ടാക്കിയൊക്കെ നോക്ക്. നമ്മുടെ ഷോർട്സിൽ കിടപ്പുണ്ട്, അത്യാവശ്യം വ്യൂസ് ഉള്ളൊരു ഷോർട്സ് ആണത്. ആക്ച്വലി ഇറ്റ്സ് സോ യമ്മി. ഇത് കണ്ടോ ഇങ്ങനെ പതഞ്ഞിങ്ങനെ പൊങ്ങ്. അത് എന്താ പറയാ, ഐസ്ക്രീം ഈ ഫാൻറ്റക്കകത്ത് ഇങ്ങനെ പതയും. ഭയങ്കര ടേസ്റ്റാണ്. തരാം. ഞാൻ ഇവിടെ നാട്ടിൽ വന്നിട്ട് ഫുഡ് ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ. അത് നോക്കണില്ല, ഇനി അവിടെ ചെന്നിട്ട് നന്നാവുള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ നോക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ആകെ 3-4 ദിവസം കൂടെ ഉള്ളൂ. അതുവരെ ഇതൊക്കെ എൻജോയ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. യെസ്, നമ്മൾ ഇനി പയ്യെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഇവിടെ DC ബുക്സിൻ്റെ ബുക്കിൻ്റെ എക്സിബിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവന് ബുക്ക് വാങ്ങിക്കാണ്ട് നാളെ പോകാൻ വേണ്ടി ഇരിക്കുകയാണ് വിത്ത് അമ്മ. പക്ഷെ നമ്മളിവിടെ കയറിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. കാര്യം എന്ന് വെച്ചാൽ എന്താ നോക്കിയേ കളിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ യൂഷ്വലി അവിടെയാണല്ലോ ബുക്ക് വാങ്ങിക്കാൻ വേണ്ടി പോകണത്. അപ്പോൾ മലയാളം ബുക്ക് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ 2 മലയാളം ബുക്ക് വാങ്ങിച്ചു. എനിക്കങ്ങനെ ഭയങ്കര റീഡിങ് ഹാബിറ്റ് ഒന്നുമില്ല, പക്ഷെ എനിക്കത് കൊണ്ടുവന്നാൽ കൊള്ളുന്നുണ്ട്. ബിക്കോസ് നമ്മുടെ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1-2 ബുക്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഓൾറെഡി ഞാൻ വീട്ടിലേക്ക് കുറച്ച് ബുക്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഇതാണോ വർക്കിംഗ് നോക്കൂ. അതെ, കയറട്ടെ. അപ്പോൾ വളരെയധികം സ്ക്രീൻ ടൈമുള്ള ഒരു ആളാണ് ഞാൻ, വർക്ക് റിലേറ്റഡ് ആയിട്ടും അല്ലാണ്ടും. അപ്പോൾ അതൊന്ന് കുറച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഞാൻ ശ്രീകുട്ടീൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, ഷീജി. അപ്പോൾ അവൾ വന്നിട്ട് വായിക്കും. അപ്പോൾ അവൾ കുറേ ബുക്സൊക്കെ വാങ്ങിപ്പിച്ച് കൊണ്ടുപോയിട്ടുണ്ട് ഷീജിനെ കൊണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ റെഫറൻസ് എടുത്തിട്ട് ഞാൻ ആ ബുക്സൊക്കെ വീട്ടിലേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് അമ്മ അവിടെ ഓൾറെഡി ഓർഡർ ചെയ്തു. ബിക്കോസ് അമ്മ അവിടെ ഒറ്റയ്ക്കാണല്ലോ, അപ്പോൾ അമ്മയ്ക്ക് ബുക്കൊക്കെ വായിച്ചിരിക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ 2 ബുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റീഡിങ് ഹാബിറ്റ് എന്നുള്ളത് നല്ല സ്വഭാവം തുടങ്ങുകയും ചെയ്യും. ആൻഡ് ഓൾസോ അതിൻ്റെ കൂടെ സ്ക്രീൻ ടൈം കുറച്ച് കുറയ്ക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഞാൻ ക്രോഷ്യോ നീഡ് ത്രെഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത്. നോക്കാം, എന്തായാലും കുറച്ച് ബുക്സ് അധികം വാങ്ങിയിട്ടുണ്ട്. ഉണ്ണിക്കുഴിക്ക് കുറച്ച് ബുക്സും എനിക്കും കുറച്ച് ബുക്സും വാങ്ങിയിട്ടുണ്ട്. വാവയ്ക്കൊരു ബുക്ക് അതുകൊണ്ട് ഒരു ഫ്രീ ആയിട്ട് കൊടുത്തു. ഈ പിക്ചർ വെച്ചിട്ട് നോക്കണതുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകും. ബിക്കോസ് ഈ വ്ളോഗ് ഓൾറെഡി കുറച്ച് വലുതാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വേറെ വ്ളോഗിൽ കാണാം. നമ്മുടെ നാട്ടിലത്തെ വ്ളോഗ് നിങ്ങൾ എൻജോയ് ചെയ്യണമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ see you on another vlog. Bye guys.